നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം പാഠാവലിയിലെ നവീന യുഗത്തിൽ വാകത്തോപ്പുകൾ എന്ന യൂണിറ്റിലെ പാഠം 2 ദേവകിയുടെ മനേരിച്ചിൽ എന്നതാണ്. ദേവകി നിലയങ്ങോട് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ദേവകി നിലയങ്ങോട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ആരാണ് ദേവകി നിലയങ്ങോട്? നമുക്ക് അതിലേക്കൊന്ന് പ്രവേശിക്കാം. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പ് കാറ്റും വെളിച്ചവും കഷ്ടിച്ചു മാത്രം കടന്നു ചെല്ലുന്ന യാഥാസ്ഥിതികത്വം കൊടികുത്തി വാണിരുന്ന ഒരു ഇല്ലത്താണ് ദേവകി നിലയങ്ങോട് ജനിച്ചത്. എന്നാൽ ജീവിതത്തിൽ വെളിച്ചത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സഞ്ചരിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ദേവകി നിലയങ്ങോട്. നമ്പൂതിരി സമുദായത്തിലെ പരമ്പരാഗത ജീവിത രീതികളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പരാമർശിക്കുന്ന അവരുടെ ആത്മകഥ, ആ ആത്മകഥയുടെ പേര് നഷ്ടബോധങ്ങളില്ലാതെ, അത് വളരെയധികം ശ്രദ്ധേയമാവുക ഉണ്ടായി. ദേവകി നിലയങ്ങോട് തൻ്റെ 75ാമത്തെ വയസ്സിലാണ് എഴുതാൻ തുടങ്ങിയത്. നമ്മളിലത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ ജീവിച്ച സാഹചര്യം 20ാം നൂറ്റാണ്ട്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നല്ലോ, ജാതി വ്യവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്ന കാലം. ബ്രാഹ്മണർ സവർണരാണ്, മേൽക്കോയ്മയുണ്ട്. പക്ഷേ ബ്രാഹ്മണ ഇല്ലങ്ങളിലെ സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠത്തിൽ കുറച്ച് വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവകി നിലയങ്ങോടിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. മനയിൽ നിന്നും വിദ്യാലയങ്ങളിൽ പോയി പഠിക്കുന്ന ആൺകുട്ടികളിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ളത്. 75ാമത്തെ വയസ്സിൽ തന്റെ പേരക്കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ അവരുടെ ആത്മകഥ എഴുതി, നഷ്ടബോധങ്ങളില്ലാതെ. ഓർമ്മയായ കാലം മുതൽ മനസ്സിന്റെ അടിത്തട്ടിൽ അങ്ങനെ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഓർമ്മകൾ അവർ ആ പുസ്തകത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. താൻ അതിനു മുൻപ് ഒരു കടലാസിൽ പോലും ഒന്നും എഴുതിയിട്ടില്ല എന്ന് ദേവകി നിലയങ്ങോട് പറയുകയുണ്ടായിട്ടുണ്ട്. അവരുടെ ഈ നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥയും യാത്ര കാട്ടിലും നാട്ടിലും എന്ന പുസ്തകവും അവർ ജനിച്ചു വളർന്ന ആ ജീവിത കാലഘട്ടത്തെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ദേവകി നിലയങ്ങോടിനെ പോലെ തന്നെ മലയാള സാഹിത്യത്തില് ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹവും ഒരു ബ്രാഹ്മണ സമുദായാംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ കിനാവും കണ്ണീരും എന്ന ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 14 വയസ്സുവരെ അദ്ദേഹത്തിന് അക്ഷരജ്ഞാനമേ ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു ദിവസം തൊടിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ 10 വയസ്സുള്ള ഒരു തീയാടി പെൺകുട്ടി സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ അദ്ദേഹത്തോട് പഠന സംബന്ധമായ ഒരു സംശയം ചോദിക്കുകയാണ്. അവളുടെ പുസ്തകം അദ്ദേഹം വാങ്ങിച്ചു നോക്കുന്നു. അതിൽ അക്ഷരങ്ങൾ കാണുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് അക്ഷരമായിട്ടല്ല തോന്നിയത്, കുനിയനുറമ്പ് ഇഴയുന്നതായിട്ടാണ്. കാരണം ഒരു അക്ഷരം പോലും അദ്ദേഹം പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടിയോട് ഇത്രയും മുതിർന്ന താൻ ഇതുവരെ അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും എന്നോർത്ത് അദ്ദേഹം വിഷമിച്ചു നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് ആ പെൺകുട്ടിയുടെ അമ്മ അവിടെ വരികയും ആ കുട്ടിയെ വിളിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അന്ന് വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അദ്ദേഹം
രാത്രി പകുതിയോടടുത്തപ്പോൾ, പാതിരാവോടടുത്തപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, അക്ഷരജ്ഞാനം നേടിയേ താൻ അടങ്ങൂ എന്ന പ്രതിജ്ഞ. അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഉണങ്ങിയ ചപ്പിലക്കൂട്ടത്തിൽ ഒരു തീപ്പൊരി വീണാൽ എന്താണ് സംഭവിക്കുക? അത് പെട്ടെന്ന് ആളിക്കത്തും. അതുപോലെ ഇവിടെ വീട്ടി ആ 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആ കുട്ടി അക്ഷരജ്ഞാനം നേടാനായിട്ട് ആദ്യം തന്നെ സമീപിക്കുന്നത് തന്നോട് സംശയം ചോദിച്ച ആ തീയാടി പെൺകുട്ടിയുടെ അടുത്താണ്. അവളിൽ നിന്നും അദ്ദേഹം അക്ഷരം പഠിക്കുന്നു. തിടപ്പള്ളിയിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന ഒരു പേപ്പർ, അതിൽ ഒരു മാനിന്റെ ചിത്രവും മുകളിൽ മാന്മാർക്ക് കുട എന്ന ഒരു വാക്യവും ഉണ്ടായിരുന്നു. ആ കടലാസ് എടുത്ത് അദ്ദേഹം ആദ്യമായിട്ട് വളരെ ബുദ്ധിമുട്ടി ആ വാക്യം, മാന്മാർക്ക് കുട എന്ന വാക്യം വായിക്കുന്നു. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ സന്തോഷം എത്ര വലുതാണ്! അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ആദ്യമായിട്ട് അദ്ദേഹം ഒരു വാക്യം വായിക്കുകയാണ്, അക്ഷരം നോക്കി വായിക്കുകയാണ്. അങ്ങനെയുള്ള വി.ടി. ഭട്ടതിരിപ്പാടാണ് മലയാള സാഹിത്യ രംഗത്ത് വിലമതിക്കാനാവാത്ത അനേകം കൃതികൾ പിൽക്കാലത്ത് നൽകിയതെന്ന് ഓർക്കണം. ഇപ്പൊ ദേവകി നിലയങ്ങോട് ഒരു ഇല്ലത്തെ പെൺകുട്ടിയായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അവർ 75-ാമത്തെ വയസ്സിലാണ് എഴുതി തുടങ്ങിയത്. അവരുടെ എഴുതിയ പുസ്തകങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളുമായിരുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ആചാരക്രമങ്ങളുടെ ഇരുട്ടറകളിൽ കഴിയേണ്ടി വന്ന സ്ത്രീ ജന്മങ്ങളുടെ അനുഭവങ്ങളുടെ ആവിഷ്കരണത്തിലൂടെ ആ എഴുത്തുകാരി അങ്ങനെ ശ്രദ്ധേയയായി. ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ ദേവകി നിലയങ്ങോടിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ദേവകി നിലയങ്ങോടിനെ കുറിച്ച് മനസ്സിലാക്കാം. ദേവകിയുടെ മനേരിച്ചിൽ, ഇങ്ങനെയാണ് പാഠത്തിന്റെ പേര്. 15-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന്റെ തലേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് മറ്റന്നാൾ എൻ്റെ കൊടുക്കയാണെന്ന്. ശ്രദ്ധിക്കൂ, ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്. വിവാഹത്തിന്റെ കാര്യം അവൾ അറിയുന്നത് തലേ ദിവസമാണ്, വിവാഹത്തിന്റെ തലേ ദിവസമാണ്. അവളോട് അവളുടെ വിവാഹ കാര്യത്തെപ്പറ്റി ആ വീട്ടിലെ മുതിർന്ന ആളുകൾ ഒന്നും പറയുന്നില്ല. വിവാഹം കഴിക്കുന്ന ആ വരനെ അവൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് എന്നവൾക്കറിയില്ല. വിവാഹമാണെന്ന് തലേ ദിവസം മാത്രം അറിയുന്നു. എത്ര അസ്വാതന്ത്ര്യമാണ് ഒരു പെൺകുട്ടിക്ക്! ആ കാലഘട്ടത്തിൽ ഒരു നമ്പൂതിരി ഇല്ലത്ത് ഒട്ടും തന്നെ സ്ഥാനം, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ആദരവ്, ഒരു വില അക്കാലത്ത് കൽപ്പിച്ചിരുന്നില്ല. മറ്റുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് ജീവിച്ചു കൊള്ളണം. സ്വന്തം വിവാഹം പോലും അത് എന്താണെന്നറിയാൻ, ആരാണെന്നറിയാൻ, എപ്പോഴാണെന്നറിയാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളായിരുന്നു അക്കാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ വിവാഹത്തിന് പറഞ്ഞിരിക്കുന്ന പേര് നോക്കൂ, കൊടുക്കയാണ് എന്ന്. കൊടുക്ക, വിവാഹം എന്നല്ല, കൊടുക്ക. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുക, വാങ്ങുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ആളുകളെയാണോ? ഒരിക്കലുമല്ല. നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ, സാധനങ്ങൾ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു എന്നൊക്കെ പറയും. ഇവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് കൊടുക്ക എന്നാണ് പറയുന്നത്. അങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു വസ്തു, ഒരു സാധനം കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നു. പണിക്കാരികളാണ് സാധാരണ ഈ വിവരം പെൺകിടാങ്ങളെ അറിയിക്കുക. വൈകുന്നേരം കുളത്തിൽ മേൽ കഴുകാൻ പോകുമ്പോൾ തുണയ്ക്ക് വരുന്ന പെണ്ണു പറയും, കുട്ടിക്കാവേ, നാളെ മനേരിച്ചിലായില്ലോ. മനേരിച്ചിൽ എന്നാണ് വിവാഹത്തിന് പറയുന്ന ആചാര ഭാഷ. അതിന്റെ അടിയിലൊന്ന് വരയ്ക്കുക. എന്താണ് മനേരിച്ചിൽ? വിവാഹത്തിന് പറയുന്ന ആചാര ഭാഷയാണത്. എന്ന് വെച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. മന തിരിച്ചിൽ അഥവാ വീടുമാറ്. ആ പെൺകുട്ടിയെ മറ്റൊരു മനയിലേക്ക് അയക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് വിടുകയാണ്. വിവാഹത്തോടെ ആ പെൺകുട്ടി
ജനിച്ചു വളർന്ന ആ വീട്ടിൽ നിന്നും ഇല്ലത്തു നിന്നും മറ്റൊരു ഇല്ലത്തിലേക്ക് മനയിലേക്ക് മാറ്റപ്പെടുന്നു. മനത്തിരിച്ചിൽ മറ്റൊരു മനയിലേക്ക് മാറുന്നു. എവിടേക്കാണ് വേളി കഴിച്ചു കൊടുക്കുന്നതെന്നോ ആരാണ് വരനെന്നോ ദാസിപ്പെണ്ണിനും അറിവുണ്ടായിരിക്കുകയില്ല. എത്ര കഷ്ടമാണ് അല്ലേ? നാളെ വിവാഹമാണ്. തന്നെ ആരാണ് വിവാഹം കഴിക്കുന്നത് എന്നറിയില്ല, എവിടേക്കാണെന്നറിയില്ല. വിവാഹത്തിന് നിന്നു കൊടുക്കണം. ആ വിവാഹം കഴിക്കുന്ന ആളുടെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇല്ലത്തേക്ക് പോവുകയും വേണം. കല്യാണം കഴിഞ്ഞേ പെൺകിടാങ്ങൾ അത് ആരാണെന്ന് അറിയുകയുള്ളൂ. പണ്ട് 20-ാം നൂറ്റാണ്ട് എന്ന് തന്നെ പറയാം, നമ്പൂതിരി ഗൃഹങ്ങളിൽ വിവാഹം കഴിക്കാനായിട്ട് പലപ്പോഴും വൃദ്ധരായ ബ്രാഹ്മണരായിരിക്കും വന്നു ചേരുക. പ്രായം നോക്കാറില്ല. ചെറിയ പെൺകിടാങ്ങളെ ആ വൃദ്ധരായ ബ്രാഹ്മണർക്ക് വിവാഹം ചെയ്ത് വേലി ചെയ്തു കൊടുക്കും. അധികകാലം കഴിയുന്നതിനു മുൻപ് ആ ബ്രാഹ്മണർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ മരണമടയും. അതോടെ ഈ ചെറിയ പെൺകുട്ടി, ചെറുപ്രായമുള്ള ഈ പെൺകുട്ടി ഭാര്യ, അവൾ വിധവയാകുന്നു. നമ്പൂതിരി സമുദായങ്ങളിൽ വിധവ വിവാഹം നടന്നിരുന്നില്ല. വിധവയായാൽ പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നരകതുല്യമാണ്. ആ ഇല്ലത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ അവൾ എല്ലാ ജീവിത സുഖങ്ങളും ഉപേക്ഷിച്ച് വെള്ളവസ്ത്രം ധരിച്ച് തലമുണ്ഡനം ചെയ്ത് അവിടെ കഴിഞ്ഞുകൊള്ളണം മരണം വരെ. എത്ര ദയനീയമായ അവസ്ഥയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു ആചാരക്രമമായിരുന്നു നമ്പൂതിരി ഭവനങ്ങളിൽ അന്തർജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ മറക്കുട വേണം. മറ്റാരും അവരെ കാണാൻ പാടില്ല, അവർ മറ്റാരെയും കാണാൻ പാടില്ല. ഇങ്ങനെയുള്ള വളരെ വലിയ അസ്വാതന്ത്ര്യങ്ങളും അനാചാരങ്ങളും അക്കാലങ്ങളിൽ നമ്പൂതിരി ഇല്ലങ്ങളിൽ അന്തർജനങ്ങൾ, നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. ഇവിടെ വീണ്ടും ദേവകി നിലയങ്ങോട് എഴുത്തുകാരി പറയുകയാണ്, എന്നോട് പക്ഷേ എന്റെ വിവാഹകാര്യം പറഞ്ഞത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പോന്ന തങ്കൻ ടീച്ചർ ആയിരുന്നു. അവിടെ വീട്ടിൽ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ. കുട്ടിക്കാവേ, മറ്റന്നാൾ കൊടുക്കാത്രേ, നാളത്തോടെ ട്യൂഷനൊക്കെ നിൽക്കൂലോ. ടീച്ചറുടെ സ്വരത്തിൽ സങ്കടം ഉണ്ടായിരുന്നു. തങ്കൻ ടീച്ചറും പറഞ്ഞു, മറ്റന്നാൾ കുട്ടിക്കാവിനെ കൊടുക്കാത്രേ. അവിടെയും കൊടുക്ക എന്നാണ് പറയുന്നത്. ടീച്ചറുടെ സ്വരത്തിൽ സങ്കടം ഉണ്ടായിരുന്നു. എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്ന് ടീച്ചർക്കും അറിയില്ലായിരുന്നു. വീട്ടിലെ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കാം, മറ്റാർക്കും ഈ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എവിടേക്കാണെന്ന് അറിയില്ലായിരുന്നു. എഴുത്തുകാരി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. നമ്പൂതിരി ഭവനങ്ങളിലെ അന്തർജനങ്ങൾക്ക് അവരുടെ ജീവിത രീതി അക്കാലത്തെ ഒന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. ഋതുമതിയായി 2 വർഷം ഇരുന്നപ്പോഴേക്കും എന്റെ വിവാഹമായി. ഈ 2 വർഷവും ഞാൻ ഇല്ലത്തു നിന്നും പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി. ഇല്ലത്തു നിന്നും ഋതുമതിയായതിനു ശേഷം പെൺകുട്ടികൾ ഇല്ലത്തു നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നീട് അവരെ വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹം കഴിക്കുന്ന ഭർത്താവിന്റെ വീട്ടിലേക്കാണ് അവർ ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഋതുമതിയായ പെൺകിടാവ് പുറത്തിറങ്ങരുത്, പൂമുഖം കാണരുത്. അടുക്കളയ്ക്കടുത്ത് അന്തർജനങ്ങൾക്കായി ഒരു അടുക്കള കുളമുണ്ട്, അതിൽ പോയി കുളിച്ചു വരാം. അതാണ് അവൾക്ക് അനുവദിച്ച ഏറ്റവും വലിയ സഞ്ചാര പരിധി. നോക്കൂ, അവിടെ ഒരു ചോദ്യം വരാം. അതാണ് അവൾക്ക് അനുവദിച്ച ഏറ്റവും വലിയ സഞ്ചാര പരിധി. ഏത്? അടുക്കളയ്ക്കടുത്ത് അന്തർജനങ്ങൾക്കായി ഒരു അടുക്കള കുളമുണ്ട്, അതിൽ പോയി കുളിച്ചു വരാം. അത്രയും ദൂരം സഞ്ചരിക്കാം. അടുക്കളയുടെ അടുത്തുള്ള ആ കുളം, അവിടം വരെ പോകാം, അതിൽ കുളിക്കാം, തിരിച്ചു വരാം. അതാണ് സഞ്ചരിക്കാനുള്ള പരിധി.
ഒരു വിശേഷത്തിനും പോകാൻ പാടില്ല. വിശേഷമുള്ള ഇല്ലങ്ങളിൽ നിന്ന് അവൾക്കുള്ള ഭക്ഷണം പകർച്ചയായി എത്തും. സ്വന്തം സഹോദരന്റെയോ സഹോദരിയുടെയോ വിവാഹമായാലും അതിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. എത്ര കഷ്ടമാണ് അല്ലേ നമ്പൂതിരി ഇല്ലങ്ങളിലെ പെൺകുട്ടികളുടെ അവസ്ഥ. അവർ ഋതുമതിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. പൂമുഖം കാണരുത്. വീടിന്റെ മുൻഭാഗം, അതാണ് പൂമുഖം, അവിടേക്ക് പോലും വരാൻ പാടില്ല. അവർ വീടിന്റെ ഉള്ളിൽ, അകത്തളങ്ങളിൽ, അടുക്കള ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കണം. അന്നൊക്കെ മിക്ക നമ്പൂതിരി ഗൃഹങ്ങളിലും തിരണ്ടിരിക്കുന്ന പെൺകിടാങ്ങൾ ഒന്നിലേറെ ഉണ്ടാകും. സ്ത്രീധനം കൊടുക്കാൻ വകയില്ലാത്തതിനാൽ പെൺകുട്ടികൾ 25ഉം 30ഉം വയസ്സുവരെ ഇല്ലത്തങ്ങനെ ഇരിക്കും. പകരാവൂര് അടുത്തുള്ള ചില ഇല്ലങ്ങളിലും 30-32 വയസ്സുവരെ പെൺകുട്ടികൾ തിരണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സാമ്പത്തികം അധികമില്ലാത്ത ഇല്ലങ്ങളിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊണ്ടുപോകാൻ ആരും വരുന്നില്ല. കാരണം സ്ത്രീധനം കൊടുക്കാനുള്ള പണം അവരുടെ കൈവശം ഇല്ല. അതുകൊണ്ട് പ്രായം കൂടിയ പെൺകുട്ടികൾ ഇല്ലത്തിരിക്കുന്ന ആ കാര്യം ഇവിടെ എഴുത്തുകാരി വ്യക്തമാക്കുകയാണ്. മക്കളെ വേലി കഴിച്ച് കൊടുക്കാൻ വകയില്ലാത്ത അച്ഛൻ പണം വാങ്ങി അവരെ അജ്ഞാതരായ ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ വിൽക്കുന്നതും അന്ന് അപൂർവമായിരുന്നില്ല. എന്താണ്? അതായത് മക്കളെ വേലി കഴിച്ചു കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് അച്ഛൻ, ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്? പണം വാങ്ങിയിട്ട് അജ്ഞാതരായ, അറിയാൻ പോലും വയ്യാത്ത ആളുകൾക്ക് അവരെ കല്യാണം എന്ന് പറഞ്ഞ്, കല്യാണം കഴിച്ചു വിടുകയല്ല, കല്യാണം എന്ന് പറഞ്ഞ് വിൽക്കുന്നു. ആ വരുന്ന ആളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ആ അച്ഛൻ മകളെ അയാൾക്ക് നൽകുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളും അപൂർവമായിരുന്നില്ല, നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരനുഭവത്തിന് ഞാൻ ഏറെക്കുറെ സാക്ഷിയായിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ അച്ഛൻ മകളെ വിവാഹം എന്ന പേരിൽ വിൽക്കുന്ന ഒരു സംഭവത്തിന് എഴുത്തുകാരി ദേവകി നിലയങ്ങോട് സാക്ഷിയായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അവർ അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇല്ലത്ത് വെപ്പിനായി താമസിച്ചിരുന്ന ഒരു അന്തർജനത്തിന് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. എഴുത്തുകാരിയുടെ ഇല്ലത്ത് അടുക്കളപ്പണിക്കായിട്ട് ഒരു അന്തർജനം നിന്നിരുന്നു. അവർക്ക് 2 പെൺമക്കളുണ്ട്. മക്കൾ അച്ഛനുമൊത്ത് അവരുടെ തറവാട്ടിലായിരുന്നു. ഒരു ദിവസം അവിടെ നിന്ന് ഒരു സ്ത്രീ വന്നു. നാളെ കുട്ടിയെ കൊടുക്കുകയാണ്, ഇന്ന് തന്നെ വരണം എന്നായിരുന്നു സന്ദേശം. വന്ന സ്ത്രീയോടൊപ്പം ആത്തേമാർ സ്വന്തം തറവാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു, പൂണൂലിട്ട ഒരാൾ അവിടെ അതിഥിയായി വന്നിട്ടുണ്ട്. മൂത്ത മകളെ വേലി കഴിക്കാനായി എത്തിച്ചേർന്ന ആളാണ്. കുറെ വടക്കുള്ള ഒരു നമ്പൂതിരിയാണ് എന്നെല്ലാം ഭർത്താവ് പറഞ്ഞു. അയാൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വരന്റെ ഇല്ലത്ത് കൊണ്ടുവച്ചാണ് വിവാഹം എന്ന് പറഞ്ഞ് അച്ഛൻ മകളെയും കൂട്ടി അയാളുടെ ഒപ്പം പോയി. കുട്ടിയെ അയാളോടൊപ്പം തീവണ്ടിയിൽ കയറ്റി അച്ഛൻ തിരിഞ്ഞു വന്നു. അയാൾ അച്ഛന് കുറച്ച് പണം കൊടുത്തിരുന്നു. അമ്മ ഏറെ കരഞ്ഞിരിക്കണം. അതൊരു വിവാഹമായിരുന്നില്ല എന്നും സ്ത്രീധനത്തിന് വകയില്ലാത്ത ഭർത്താവ് മകളെ മംഗലാപുരത്തുകാരന് വിറ്റതാണെന്നും അമ്മയ്ക്ക് ക്രമേണ മനസ്സിലായി. മകളെ പിന്നീട് കണ്ടതുമില്ല. ഇതാണ് എഴുത്തുകാരി മനസ്സിലാക്കിയ, നേരിൽ കണ്ട അനുഭവം. പണമില്ലാത്ത ഇല്ലങ്ങളിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ സാധിക്കാത്തതിനാൽ ഇതുപോലെ ആളുകൾക്ക് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് പെൺകുട്ടികളെ വിവാഹം എന്ന പേരിൽ വിൽക്കുന്ന പതിവും ഉണ്ടായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം. ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു.
എഴുത്തുകാരി പറയുകയാണ്, മുൻ പ്രസ്താവിച്ച കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എൻ്റെ വിവാഹം ഒരു ഭാഗ്യം തന്നെയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് പറയുന്നു. കുടിവെച്ച ശേഷമാണ് എനിക്ക് വരനെയും തറവാടിനെയും പറ്റി ക്രമേണ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, വിവാഹം നാളെയാണ് എന്ന് പറയുമ്പോൾ വരനാരെന്നോ വരന്റെ വീടെന്താണെന്നോ ഒന്നും തന്നെ നമ്മുടെ എഴുത്തുകാരിക്ക് അറിയില്ല. പക്ഷേ അവർ പറയുന്നു, എൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു എന്ന്. കാരണം വരനെ പറ്റിയും തറവാടിനെ പറ്റിയും അവർ മനസ്സിലാക്കുന്നു. വരന്റെ പേര് രവി നമ്പൂതിരി എന്നാണ്. പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ ദേശത്ത് നിലയങ്ങോട് എന്നാണ് അദ്ദേഹത്തിന്റെ ഇല്ലപ്പേര്. വലിയ ജന്മിമാരാണ്. ഏറ്റവും അധികം ശിഷ്യരുള്ള ഓദിക്യ ഗൃഹമായിരുന്നു നിലയങ്ങോട്. അതായത് വേദങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ധാരാളം ശിഷ്യരുള്ള ഒരു സ്ഥലം. അവർ ഋഗ്വേദികളാണ്. അച്ഛന്റെ കീഴിൽ നടന്ന വേദാധ്യയനത്തിന് പുറമെ അദ്ദേഹം ഓതിവൃത്തിയും പരിശീലിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് വരെ സ്കൂൾ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. പക്ഷേ കൃഷിയിലും മരാമത്തിലും മറ്റുമായിരുന്നു താല്പര്യം. ഇല്ലത്തെ ധാരാളമായ കൃഷി നേരിട്ട് നോക്കി നടത്തിപ്പോന്നിരുന്നു. സാധാരണ നമ്പൂതിരിമാർക്കില്ലാതിരുന്ന മട്ടിൽ യന്ത്രങ്ങളോടും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളോടും പ്രത്യേകമായ താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ എഴുത്തുകാരി പറയുകയാണ്, തന്റെ വിവാഹം മറ്റു പെൺകുട്ടികളെ പോലെ കഷ്ടകരമായിരുന്നില്ല. തനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കാരണം നല്ലൊരു ഭവനത്തിലേക്കാണ് താൻ വിവാഹിതയായി പോയത്. തന്റെ ഭർത്താവ് രവി നമ്പൂതിരി, അദ്ദേഹം വിദ്യാഭ്യാസത്തിലും വേദപഠനത്തിലും വേദം അഭ്യസിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം അറിവുള്ളവനായിരുന്നു, അറിവ് നേടിയവനായിരുന്നു. കൂടാതെ നല്ലവണ്ണം കൃഷി കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. യന്ത്രങ്ങളോടും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളോടും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ആ വാസനയുടെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം കാർ ഓടിക്കാൻ പരിശീലിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ കാർ ഓടിക്കുക അല്ലെങ്കിൽ കാർ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ വലിയ ജന്മികളുടെ ഭവനത്തിലാണ്. നിലയങ്ങോട് അക്കാലത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ ഇല്ലത്തിന് ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്ന, കുറച്ചു ഭാഗം ഞാൻ വിട്ടുപോയി. നിലയങ്ങോട് അക്കാലത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ പോയി അത് വാങ്ങിയതും സ്വയം ഓടിച്ചു കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിലും അദ്ദേഹത്തിന് സാമർഥ്യമുണ്ടായിരുന്നു. ദേവകി നിലയങ്ങോട് എഴുത്തുകാരി സ്വന്തം വിവാഹം കഴിച്ച ഭർത്താവ്, അദ്ദേഹത്തിന്റെ വീട് എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇല്ലത്തിന് ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്ന മുസ്ലിം ചെറുപ്പക്കാർ തൊഴിലൊന്നുമില്ലാത്തതിനെ പറ്റി പരാതിപ്പെട്ടപ്പോൾ അവർക്കൊരു ഉപജീവന മാർഗമെന്ന മട്ടിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരു കയ്യാലയിൽ ഒരു ബീഡി കമ്പനി തുടങ്ങുന്നതിലും അദ്ദേഹം മുൻകൈ എടുക്കുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കുക, എഴുത്തുകാരിയുടെ ഭർത്താവ് രവി നമ്പൂതിരി, അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അവിടെ അടുത്തുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് തൊഴിലില്ല എന്നതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം ജാതിയല്ല അവിടെ നോക്കുന്നത്, അവർക്കൊരു ഉപജീവനം എന്ന മട്ടിൽ അദ്ദേഹം ഒരു ബീഡി കമ്പനി അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. ആ ബീഡി കമ്പനിയുടെ പേരെന്താണ്? ജയ് ഹിന്ദ്. എന്തായാലും യാഥാസ്ഥിതികത്വം തീരെയില്ലാത്ത, പുരോഗമന ചിന്താഗതി വളരെയധികമുള്ള ഒരു ഇല്ലം ആണ് നിലയങ്ങോട്ട് ഇല്ലം. ആ ഇല്ലത്തിലെ നമ്പൂതിരിമാർ നമ്മുടെ എഴുത്തുകാരിയുടെ ഇല്ലത്തുള്ള ആളുകളുടെ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരല്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മറ്റു അറിവുകളുടെ കാര്യത്തിലും എല്ലാം മുൻപന്തിയിൽ തന്നെയാണ്. അത് ഒരുപക്ഷെ എഴുത്തുകാരി പറയുന്നത് പോലെ അവരുടെ ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ വിവാഹം ചെയ്തു കൊണ്ടുപോകുന്ന ഇല്ലം അവിടെ അവരുടെ കുടുംബത്തിലെ പോലെ യാഥാസ്ഥിതികത്വം നിറഞ്ഞ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത ഒരു ഇല്ലമായിരുന്നെങ്കിൽ അവർ അവിടെ അത് അനുഭവിച്ച് തന്നെ ജീവിക്കേണ്ടി വരുമല്ലോ. ജീവിതാവസാനം വരെ ആ ജീവിതം
ഇത്രമാത്രം സങ്കടത്തിലും അതുപോലെ ബുദ്ധിമുട്ടുകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും നമ്മുടെ എഴുത്തുകാരിയുടെ വിവാഹ ജീവിതം ഭാഗ്യം നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജ്യേഷ്ഠൻ നീലകണ്ഠൻ നമ്പൂതിരി പ്രമുഖനായ ഒരു ഓദിക്കനായിരുന്നു. എഴുത്തുകാരിയുടെ ഭർത്താവ് രവി നമ്പൂതിരിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്, പേര് നീലകണ്ഠൻ നമ്പൂതിരി. അദ്ദേഹം നല്ല ഒരു പ്രമുഖനായ ഒരു ഓദിക്കനാണ്, പഠിപ്പിക്കുന്ന ആള്, വേദമെല്ലാം അഭ്യസിപ്പിക്കുന്ന ആളാണ്. ഇല്ലത്തിനകത്ത് നമ്പൂതിരി ചടങ്ങുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിലും മുഴുകി. ജ്യേഷ്ഠൻ ഇല്ലത്തിലെ ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ ചെയ്യും, പക്ഷെ അദ്ദേഹം പുറത്തോ ഒരു പൊതുപ്രവർത്തകനുമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്പൂതിരി ഇല്ലങ്ങളിൽ കാണാത്ത ഒരു കാഴ്ചയാണത്. യാഥാസ്ഥിതികത്വമില്ലാത്ത ഇല്ലമാണെന്ന് നമ്മൾ പഠിച്ചു. അവിടെ ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയ പൊതുപ്രവർത്തനത്തിലും ആ ജ്യേഷ്ഠനായ നീലകണ്ഠൻ നമ്പൂതിരി പ്രവർത്തിച്ചിരുന്നു. അവർ ഇരുവരും, അതായത് ജ്യേഷ്ഠനും ഭർത്താവും, പ്രസിദ്ധ കഥകളി നടനും കൂടിയായിരുന്ന ഇട്ടിരവി സോമയാജിപ്പാടിന്റെ മക്കളാണ്. തന്റെ ഭർത്താവും ജ്യേഷ്ഠനായ നീലകണ്ഠൻ നമ്പൂതിരിയും പ്രസിദ്ധനായ കഥകളി നടൻ ആരാണ്? ഇട്ടിരവി സോമയാജിപ്പാട്, അദ്ദേഹത്തിന്റെ മക്കളാണ്. യാഥാസ്ഥിതികത്വം ഒട്ടുമില്ലാത്ത തറവാടായിരുന്നു അവരുടേത്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിലയങ്ങോട്ട് ഇല്ലം യാഥാസ്ഥിതികത്വം, അതായത് മതത്തിന്റെ പേരിലുള്ള ആ ദുഷിച്ച ഒരു പ്രവണത, മതമാണ് വലുത്, അവിടെ മതം പറഞ്ഞിരിക്കുന്ന, ബ്രാഹ്മണ മതം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഒതുങ്ങി ജീവിക്കണം, മറ്റു ഒരു കാര്യങ്ങളിലും ഇടപെടരുത്, പൊതുപ്രവർത്തനങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഒന്നും ഇടപെടരുത്, ഇങ്ങനെയുള്ള യാഥാസ്ഥിതികത്വം ഇല്ലാത്ത, ഒട്ടുമേ ഇല്ലാത്ത ഒരു തറവാടായിരുന്നു നിലയങ്ങോട്. പരിഷ്കൃതാശയരുടെ തറവാട്ടിലേക്കാണ് ഞാൻ വന്നത് എന്നതും എനിക്ക് ഒരു ഭാഗ്യമായി. വീണ്ടും എഴുത്തുകാരി പറയുകയാണ്, എന്റെ ഭാഗ്യം. കാരണം പരിഷ്കൃത ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ, പഴയകാല ചിന്താഗതികൾ ഒട്ടുമേ ഇല്ലാത്ത പരിഷ്കൃത ആശയങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുള്ള തറവാട്ടിലേക്കാണ് ഞാൻ വന്നത് എന്നതും എൻ്റെ ഭാഗ്യമായി. അക്കാലത്ത് അധികം അന്തർജന പെൺകുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം നമ്മുടെ എഴുത്തുകാരിക്ക് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ വിവാഹ ചടങ്ങുകളിലേക്ക്, ബ്രാഹ്മണ പെൺകുട്ടികളുടെ, അന്തർജനങ്ങളുടെ വിവാഹ ചടങ്ങുകളിലേക്ക് ഒന്ന് പോകാം. വിവാഹത്തിന് മുൻപ് അയനി ഊണ് എന്ന ഒരു ചടങ്ങുണ്ട്. വിവാഹത്തിന് മുമ്പ് ഒരു ചടങ്ങ്, അതിന്റെ പേര് അയനി ഊണ് എന്നാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. അയനി ഊണ് എന്ന ചടങ്ങിനെ കുറിച്ചൊന്ന് വിവരിക്കുക. എന്താണെന്ന് നോക്കാം. തേച്ചു കുളിച്ച് വിളക്ക് വെച്ച് പിറന്നാള് പോലെ ഊണ് കഴിക്കും. ധാരാളം സുമംഗലികൾ ഉണ്ടാകും. സുമംഗലികൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ. വിധവകൾക്ക് ഇവിടെ കാര്യമില്ല. ഭർത്താവ് മരിച്ച ആളുകളെ അവിടെ പ്രവേശിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞാൽ കയ്യിൽ മൈലാഞ്ചിയിട്ട് വിരലുകളിൽ നിറയെ വെള്ളി മോതിരം അണിയിച്ച് ആ പെൺകുട്ടിയെ, വിവാഹം കഴിക്കാൻ പോകുന്ന, വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയെ ഒരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തും. എന്താണ് അയനിയൂണിന്റെ ചടങ്ങ്? തേച്ച് കുളിച്ച് വിളക്ക് വയ്ക്കുന്നു, എന്നിട്ട് പിറന്നാള് പോലെ ഊണ് കഴിക്കുന്നു. ധാരാളം സുമംഗലികൾ ഉണ്ടാകും. വിധവകൾക്ക് ഇവിടെ കാര്യമില്ല. അത് കഴിഞ്ഞ് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് വിരലുകൾ നിറയെ വെള്ളി മോതിരം അണിയിച്ച് പെൺകുട്ടിയെ ഒരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തും. അപ്പോഴാണ് ഭർതൃഗൃഹത്തിൽ എത്തിയാൽ പെരുമാറേണ്ട വിധത്തെ പറ്റിയുള്ള ഉപദേശം ലഭിക്കുന്നത്. ആ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മുതിർന്ന ആരെങ്കിലും സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഈ പെൺകുട്ടിക്ക് നൽകും. ഇതാണ് അയനി ഊണ് എന്ന ചടങ്ങ്. നങ്ങയ്യ പോയി ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക, അമ്മ പറഞ്ഞു. എന്റെ അച്ഛൻ പെങ്ങളുടെ മകളായ നങ്ങയ്യടത്തി
ഭർതൃഗൃഹത്തിൽ ഓരോരുത്തർക്കും പ്രിയമാകുന്ന വിധം പെരുമാറേണ്ടതെങ്ങനെ എന്ന് എനിക്ക് വിശദമായി ഉപദേശിച്ചു തന്നു. ഇനി വിവാഹം. പിറ്റേന്ന് വിവാഹം. വളരെ വലുതായിട്ടൊന്നുമല്ല ചടങ്ങ്. അച്ഛന്റെ മൂത്ത മകളുടെ കൊടുക്ക കേമമായിട്ട് തന്നെ നടത്തിയിരുന്നു. എന്റേതാകുമ്പോഴേക്കും വെറും എണ്ണം കഴിക്കൽ തന്നെ. 4 ദിവസത്തെ വേളിച്ചടങ്ങിന് ശേഷം 4-ാം ദിവസം കുളി കഴിഞ്ഞ് കുടിവയ്പ്പിന് നിലയങ്ങോട്ടേക്ക് പോയി. ഇവിടെ തന്റെ വിവാഹത്തിന്റെ ചടങ്ങാണ് പറയുന്നത്. വലുതായിട്ടൊന്നും ഉണ്ടായില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ എഴുത്തുകാരിയുടെ അച്ഛൻ, അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചു. അതിൽ 8 മക്കൾ ഉണ്ടായിരുന്നു. ആ ഭാര്യ വസൂരി രോഗം പിടിപെട്ട് മരിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം 2ാമതും വേളി കഴിച്ചു. ആ വേളിയിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടാവുകയും അതോടെ ആ ഭാര്യയും മരിക്കുക ഉണ്ടായി. വീണ്ടും അദ്ദേഹം 3ാമത് വിവാഹം കഴിച്ചതാണ് നമ്മുടെ എഴുത്തുകാരിയുടെ അമ്മയെ. അച്ഛന് 68 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരി ജനിക്കുന്നത്. 2ാമത്തെ കുഞ്ഞ് ഉണ്ടായി അധികം കഴിയുന്നതിന് മുമ്പ് അച്ഛൻ മരണമടയുകയും ചെയ്തു എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സാണെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം മക്കളുള്ള ഈ അച്ഛന് മറ്റു മക്കളുടെ വിവാഹങ്ങളെല്ലാം നടത്തി അങ്ങനെ വന്നപ്പോൾ ഇളയവളായ നമ്മുടെ എഴുത്തുകാരിയുടെ വിവാഹം നടത്തിയത് വളരെ കേമമായിട്ട് നടത്തിയില്ല. മുകളിലുള്ളവരുടെയൊക്കെ വിവാഹം, മൂത്തവരുടെയൊക്കെ വിവാഹം അച്ഛൻ കേമമായിട്ട് നടത്തിയിരുന്നു. എന്റേതാകുമ്പോഴേക്കും അത് വെറും എണ്ണം കഴിക്കൽ തന്നെയായി. 4 ദിവസത്തെ വേളിച്ചടങ്ങിന് ശേഷം 4-ാം ദിവസം കുളി കഴിഞ്ഞ് കുടിവയ്പ്പിന് നിലയങ്ങോട്ടേക്ക്, ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. ഇത്രയുമാണ് വിവാഹത്തെക്കുറിച്ച് എഴുത്തുകാരി ഇവിടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു സ്പെഷ്യൽ ബസ് ഉണ്ടായിരുന്നു. 1942 സ്ഥിതി വെച്ച് നോക്കിയാൽ ഈ യാത്ര അപൂർവത തന്നെയായിരുന്നു. നമ്മുടെ എഴുത്തുകാരിയുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ബസ് ഏർപ്പാട് ചെയ്തിരുന്നു. ബസ്സൊക്കെ ഏർപ്പാട് ചെയ്യുക എന്ന് പറയുന്നത് അക്കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല, അപൂർവമായ ഒരു കാര്യമാണ്. ഈ വിവാഹം നടക്കുന്നത് 1942 എന്നോർക്കണം. അപ്പൊ അന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു സ്പെഷ്യൽ ബസ് ഏർപ്പാട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അപൂർവത, അതായത് അധികം കാണാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. 12 നാഴികയോളം വരും പകരാവൂരിൽ നിന്ന് നിലയങ്ങോട്ടേക്കുള്ള ദൂരം. രാവിലെ 10 മണിയോടെ ഞങ്ങളുടെ സംഘം നിലയങ്ങോട്ടെ പടിക്കൽ എത്തിച്ചേർന്നു. ബസ് പടിക്ക് പുറത്തു നിർത്തി. ഇനി ഇറങ്ങി ഇല്ലം വരെ നടക്കണം. വരനും ഞാനും മറ്റുള്ളവരും പുറത്തിറങ്ങി. പടി കടന്നതോടെ ഞങ്ങളോട് മാത്രമായി അവിടെ നിൽക്കാൻ ചിലർ പറഞ്ഞു. 2 പേർ വന്ന് ഭർത്താവിനെയും എന്നെയും ചുവന്ന മാലയിടുവിച്ചു. ശ്രദ്ധിക്കുക, ഭർത്താവിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വന്നവരെല്ലാം അകത്തേക്ക് കടന്നുപോയി. വരനും വധുവും അവിടെ നിൽക്കുകയാണ്, നമ്മുടെ എഴുത്തുകാരിയും ഭർത്താവും. അപ്പോൾ കുറച്ചു പേർ വന്നിട്ട് പൂമാലയല്ല ഭർത്താവിന്റെ കഴുത്തിൽ, ഭർത്താവിന്റെയും എഴുത്തുകാരിയുടെയും കഴുത്തിൽ ഇടിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? ചുവന്ന മാല. ഏട്ടന്റെ മൂത്ത മകൾ സരോജിനിയാണ് എനിക്ക് മാലയിട്ടത്. അവിടെ അടുത്തുള്ള കിഴക്കേടത്ത് നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് മാലയിട്ടത്. 2 ചുവന്ന മാലകൾ. മാലയിട്ടതും അവിടെ കൂടി നിന്ന കുറെ നമ്പൂതിരിമാർ ചേർന്ന് ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണ് ആ മുദ്രാവാക്യം? ഇൻകുലാബ് സിന്ദാബാദ് എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെ. ആ കാലഘട്ടത്തിൽ 1942 ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്പൂതിരിമാർ കമ്മ്യൂണിസത്തിലേക്ക് കടക്കുകയും ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുക എന്നത് അപൂർവത്തിൽ അപൂർവമായ ഒന്ന് തന്നെയാണ്. അങ്ങനെയൊരു വാക്കും മുദ്രാവാക്യം വിളിക്കലും ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ എഴുത്തുകാരിയുടെ ഇല്ലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒരിക്കലുമില്ല.
അസ്വാതന്ത്ര്യവും യാഥാസ്ഥിതികത്വവും കൊടികുത്തി വാഴുന്ന ആ മനയിൽ എവിടെയാണ് പുരോഗമന ചിന്താഗതി? എവിടെയാണ് കമ്മ്യൂണിസം? ഒന്നുമില്ല. എന്താണ് ഇൻകിലാബ് എന്ന വാക്കിന്റെ അർത്ഥമെന്നോ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വിളിച്ചതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. യോഗക്ഷേമ സഭയുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്ന കുറെ പേർ, യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി ചെറുപ്പക്കാരായ നമ്പൂതിരിമാർ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ആ യോഗക്ഷേമ സഭയുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്ന കുറെ പേർ കമ്മ്യൂണിസത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു എന്നും അവരാണ് ആ മുദ്രാവാക്യം വിളിച്ചതെന്നും വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥമെന്നും വളരെ കാലം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് എനിക്ക് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചതിന്റെ കാര്യമൊന്നും അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നീടാണ് എനിക്കെല്ലാം മനസ്സിലായത്. ആ വാക്കിന്റെ അർത്ഥം വിപ്ലവം ജയിക്കട്ടെ എന്നാണെന്നും മറ്റും. മൂക്കുതലയിൽ നിന്നും വന്ന ബന്ധുക്കളാകട്ടെ ഇതൊന്നും കണ്ട് ഒന്നും മനസ്സിലാകാതെ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. നമ്മുടെ എഴുത്തുകാരിയുടെ നാട്ടിൽ നിന്നും വന്ന ബന്ധുക്കൾ ഇവിടെ എന്താണ് കാണുന്നത്? അതൊന്നും അവർക്ക് മനസ്സിലായില്ല. ചുവന്ന മാല ഇടിവിക്കുന്നു, ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും അവർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവർ ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ അമ്പരന്നങ്ങനെ നിന്നുപോയി എന്ന് പറഞ്ഞ് ഈ പാഠം ഇവിടെ നിർത്തുകയാണ്. നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എഴുത്തുകാരി സ്വന്തം ജീവിതാനുഭവങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ ആത്മകഥയിലൂടെ വെളിവാക്കുന്നുണ്ട്. ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകത, ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത, അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, ആ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പുള്ള ആ കാലഘട്ടം, അന്നത്തെ ബ്രാഹ്മണ സമുദായത്തിന്റെ അവസ്ഥ, ചടങ്ങുകൾ, മറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആത്മകഥയിലൂടെ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ കാലത്തിന്റെ ഒരു മുഖചിത്രം തന്നെയാണ് ഈ നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥ. നമുക്ക് ഇപ്പോൾ ഇതിവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും